നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു GPS ഡിവൈസാണ്. വൺലാപ്പിൻ്റെ GPS, മൈക്രോ GPS ട്രാക്കിംഗ് ഡിവൈസ്. അപ്പം GPS എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല ആളുകൾക്കും അറിയാം. അത് ഒരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധാരണ ഇത് വാഹനങ്ങൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് കാറിലും ബൈക്കിലും നമ്മൾ ഏത് വാഹനത്തിലും ഇത് ഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഘടിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന റൂട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര സ്പീഡിലാണ് പോകുന്നത്, വണ്ടിയുടെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വൺലാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് മൈക്രോ GPS ട്രാക്കിംഗ് ഡിവൈസാണ്. വളരെ ചെറിയ ഒരു ഡിവൈസാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഈവൻ ഒരു ബൈക്കിലാണെങ്കിൽ പോലും നമ്മളെ ഒരു വൈസറിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചാലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് എന്താ പറയുക, ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു വൺലാപ്പിനകത്ത് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല പാക്കിങ്ങിലൊക്കെയാണ് അവർ ഐറ്റം ഡെലിവറി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൈക്രോ GPS ട്രാക്കിംഗ് ഡിവൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ പ്രീ ആക്ടിവേറ്റഡ് സിം കാർഡ് ഈസ് ഓൾറെഡി ഇൻസേർട്ടഡ് ഇൻസൈഡ് ദ ഡിവൈസ്. അപ്പോൾ നമുക്ക് സിം കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. MRP 5990 രൂപയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം ലിങ്കിലൊക്കെ കയറി വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് 3400 രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ. ജസ്റ്റ് മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് എങ്ങനെയാണ് 6 സ്റ്റെപ്പായിട്ട് ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഈ ഒരു പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് ഡിവൈസ്. വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വൺലാപ്പിൻ്റെ ട്രാക്കിംഗ് ഡിവൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ ആണെങ്കിലും ഇതാണ് കണക്ട് ചെയ്യാനുള്ള കേബിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് പിൻ ചെയ്യുക. അതിനുശേഷം നമ്മളിതിനകത്ത് 3 വയറാണ് വരുന്നത്. 4 വയർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഓറഞ്ച് വയർ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്. അത് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. കണക്ഷൻ ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് വയർ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്കൊരു റെഡ് വയർ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് വണ്ടിയുടെ ബാറ്ററി കണക്ഷൻ. അപ്പോൾ നമ്മൾ ബൈക്കാണെങ്കിലും അതുപോലെ തന്നെ കാറാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ, അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ ഒരു വയർ വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് എർത്ത്. ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ബൈക്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാറിലൊക്കെ ആണെങ്കിൽ കാറിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാം. കൂടാതെ നമ്മുടെ കാറിൻ്റെ കേസിൽ വണ്ടിയുടെ ബോഡി എർത്തായിരിക്കും. അപ്പോൾ നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്താലും മതി. പക്ഷേ ബൈക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. കാറിൻ്റെ കേസിൽ ബോഡിയിലോ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത വയർ ഓറഞ്ച് വയർ. അത് ഈ ഒരു ഓറഞ്ച് വയറാണ്. ഈ ഓറഞ്ച് വയർ ഇഗ്നിഷൻ വയറാണ്. അതായത് വണ്ടി കീ ഓൺ ചെയ്യുന്ന സമയത്ത് പവർ വരുന്ന ലൈൻ, അതിലേക്കാണ് ഈ ഒരു ഓറഞ്ച് വയർ കൊടുക്കേണ്ടത്. ഇപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കീ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് തിരിക്കുന്ന സമയത്ത് ACC വരും. രണ്ടാമത് തിരിക്കുമ്പോഴാണ് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഓൺ ആവുക. അപ്പോൾ ആ സമയത്ത് പവർ വരുന്ന ഒരു വയർ. അപ്പോൾ ആ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ഓറഞ്ച് വയർ കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് യെല്ലോ ഒഴിവാക്കിയിടാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ യെല്ലോ നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ 3 വയറാണ് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനായിട്ട് ആവശ്യമുള്ളത്. ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആർക്കും ഇതിനെ പറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അത്ര തീരെ അറിയാത്ത ആളുകളൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണത് തുറക്കുന്നത്.
തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സിം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വേറെ LED കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് LED കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലെവിടെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനകത്ത് ഓൺ ഓഫ് എന്ന് പറഞ്ഞൊരു സ്വിച്ച്, ഇൻറ്റേർണൽ സ്വിച്ച് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് വെക്കണം, ചെറിയൊരു സ്വിച്ചാണ്, അത് ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഞാൻ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് ആക്ടിവേഷൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊബൈലിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിത് ഈ ഒരു കണക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാനിതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം റെഡ് വയർ ബാറ്ററി ആയിട്ട്, അതുപോലെ തന്നെ ഓറഞ്ച് വയർ നമ്മുടെ ACC ആയിട്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് വയർ എർത്തുമായിട്ട് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 2 ലൈറ്റ് ഉണ്ട്, റെഡ് അതുപോലെ തന്നെ യെല്ലോ ലൈറ്റ്. നമ്മളിവിടെ ഈ ജസ്റ്റ് സ്വിച്ചും ഓൺ ചെയ്തു. ഈ ഒരു ജസ്റ്റ് ചെറിയൊരു സ്വിച്ചാണ്, നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു സ്വിച്ച് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെയാണിത് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. iOS ഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഈ OneLapൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻ്റർ ബില്ലിംഗ് നെയിം, അതുപോലെ തന്നെ എൻ്റർ ഫോൺ നമ്പർ, പാസ്വേഡ്, ഇമെയിൽ ID ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് OTP കൊടുക്കുക, നമ്മുടെ ഫോണിൽ OTP വരും. അതിനുശേഷം നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ഫോൺ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഇങ്ങനെയായിട്ടാണ് വരിക. ഞാൻ ഓൾറെഡി എൻ്റെ വണ്ടിയുടെ അത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റിംഗ് ഫോർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇനി വണ്ടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് യുവർ ഓൺ വെഹിക്കിൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഓൺ എ ഡിവൈസ്, നമ്മൾ ഓൾറെഡി ഒരു ഡിവൈസ് വാങ്ങിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഡിവൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും. ഇനി എങ്ങനെയാണത് നമ്മുടെ ആ ഒരു മെഷീൻ, നമ്മുടെ ആ ഒരു GPS ട്രാക്കിംഗ് ഡിവൈസും ഈ ഒരു ആപ്പും ലിങ്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പേജിനകത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് 1 ആഡ് വെഹിക്കിൾ, അതുപോലെ തന്നെ സ്റ്റെപ്പ് 2 ഇൻസ്റ്റാളേഷൻ, സ്റ്റെപ്പ് 3 ആക്ടിവേഷൻ, അങ്ങനെ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ GPS ട്രാക്കിംഗ് ഡിവൈസും ഈ ഒരു മൊബൈൽ ആപ്പും തമ്മിൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നുകിൽ നമുക്കിവിടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യാം. GPS ട്രാക്കിംഗ് ഡിവൈസിൻ്റെ മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടാകും, അത് സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാൻഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വണ്ടിയുടെ പേര്, അതുപോലെ തന്നെ വെഹിക്കിൾ നമ്പർ, വെഹിക്കിളിൻ്റെ ബ്രാൻഡിൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ആക്ടിവേഷൻ ആവും. ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. ഇപ്പോൾ ഏത് ഏരിയയിലാണ് വണ്ടി നിൽക്കുന്നത്, അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണോ റണ്ണിങ്ങിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു റെഡ് മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ല, അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, അതുപോലെ തന്നെ എത്ര ബാറ്ററി അതിനകത്ത് ഇനി റിമൈനിങ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. നമ്മൾ ഈ മെഷീൻ, ഈ ഒരു GPS ട്രാക്കിംഗ് ഡിവൈസ് നമ്മുടെ മെഷീനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്താൽ പോലും ഇത് കുറച്ച് സമയത്തേക്ക് ഇതിനകത്ത് ഉണ്ടാവും. നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും, ഇഗ്നിഷൻ ഓൺ അലേർട്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തുള്ള ഐക്കൺ അത് ഒരു യെല്ലോ കളറിലേക്ക് മാറും. അതിനുശേഷം മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ നമ്മൾ പോകുന്ന ദൂരം, സ്പീഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കും. നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതുപോലെ തന്നെ ഇഗ്നിഷൻ ഓഫ് അലേർട്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കും. അപ്പോൾ ആ ഒരു സിമ്പിൾ റെഡിലേക്ക് മാറി. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും, എപ്പോഴാണ് ഓഫ് ചെയ്ത് എപ്പോഴാണ് ഓൺ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പോയ ഡേറ്റിൽ ഒരു ഡേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഡേറ്റിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എവിടേക്കൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ അറിയാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വേറൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് പറയാനുള്ളത്, ഇത് ഡിസ്മാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ വെഹിക്കിളിൽ നിന്ന് ആരെങ്കിലും ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തെഫ്റ്റ് അലേർട്ട് നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും.
വണ്ടി റിമൂവ് ആയിട്ടുണ്ട്, GPS നമ്മുടെ വണ്ടിയിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ഫോണിലേക്ക് അലാറം പോലെ അടിക്കും. അപ്പോൾ 1 ലാപ്പിൻ്റെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ ഒരു 1 ലാപ്പിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ സൈറ്റ് കയറി നോക്കുക. ഇവരെ ഈ 1 ലാപ്പ് മൈക്രോ USB പ്രൊഡക്റ്റ് മൈക്രോ GPS ട്രാക്കിംഗ് ഡിവൈസ് മാത്രമല്ല, കൂടുതലായിട്ട് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ട്രാക്കിംഗ് ഡിവൈസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ എന്താ പറയുക 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ പ്ലാൻ, 3 ഇയർ പ്ലാൻ അങ്ങനെയൊക്കെയുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 6-7 പ്രൊഡക്റ്റുകൾ ഈ 1 ലാപ്പിൻ്റെ തന്നെ ട്രാക്കിംഗ്, വ്യത്യസ്ത തരത്തിലുള്ള ട്രാക്കിംഗ് പ്രൊഡക്റ്റുകൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്കിൽ കയറിയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ സൈറ്റിൽ കയറിയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, ചീപ്പ് റേറ്റിൽ കിട്ടുന്ന നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, ഏതായാലും ഈ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു യൂസ്ഡ് കാർ ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.